ഹലോ, ഇന്ന് ഞാൻ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റും നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന കരിയിലയും കൊണ്ട് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇത് അടുക്കള വേസ്റ്റ് ഇന്ന് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതായിരുന്നു. ഇത് കണ്ട, ഉണക്കിയിട്ടില്ല, അത് ഞാൻ എടുത്ത് ചാക്കിലായപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല പൊടി പോലെ കിട്ടും, മണമൊന്നുമില്ല. കണ്ട, മുട്ടത്തോട് ഉള്ളിത്തോ എല്ലാം, എന്ത് പച്ചക്കറി വീട്ടിലരിയുന്നോ അതെല്ലാം അതിൻ്റെ തോലും വേസ്റ്റും ഒക്കെ ഇട്ട്, ചോറ് ഫുഡ് വേസ്റ്റൊന്നും ഇട്ടിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് നാളായി, എല്ലാം റെഡിയായിട്ടിരിക്കും. ഇനി ഒന്ന് ചെടിക്ക് ഇട്ടാൽ മതി. കണ്ട, മണവോ പുഴുവോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ചാക്കിലും കുറച്ച് കമ്പോസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതെല്ലാം ഞാൻ കരിയിലയും വേസ്റ്റും ഒക്കെ ഇടുന്നതാണ്. ഇത് കരിയില മാത്രം, കരിയിലയും പച്ചിലയും ഇട്ട് ശകലം മണ്ണും ഒക്കെ ലെയറായിട്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ട, ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കരിയില നല്ല വളമാണ്. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, നല്ലവണ്ണം കായ്ക്കും. പിന്നെ ഇത് കണ്ട, ഇതിപ്പോൾ ഇടാൻ തുടങ്ങിയതേ ഉള്ളൂ. പച്ചക്കറി വേസ്റ്റും കരിയിലയും പച്ചിലയും എല്ലാം കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഇത് കണ്ട, ഇതിപ്പോൾ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഒരു 3-4 മാസം കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതും ഇങ്ങനെ കമ്പോസ്റ്റായി വരും. കരിയില, പച്ചില, ചീമക്കൊന്നയുടെ ഇല, പിന്നെ കുറച്ച് മണ്ണും ഇട്ട് അതിൻ്റെ മേളിൽ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട്, പിന്നെ ഇടയ്ക്ക് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിനകത്ത് കൊണ്ടൊഴിക്കും. എന്നിട്ട് നല്ലവണ്ണം അടച്ച് ഇങ്ങനെ മൂടി വയ്ക്കും. വേറൊരെണ്ണം കാണിക്കാം കേട്ടോ. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് 3 ബയോ ബിന്ന് കിട്ടിയായിരുന്നു. അതിനകത്ത് ഒരു ചാക്ക് ഇനക്കുലവും പിന്നെ ചകിരി കമ്പോസ്റ്റും ഒക്കെ കൂടിയുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതും അതുപോലെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതായിട്ടില്ല, കുറച്ചും കൂടി ആകണം. ഇത് ഫുഡിൻ്റെ വേസ്റ്റൊന്നുമില്ല കേട്ടോ, പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഉള്ളൂ. കരിയിലയൊന്നുമില്ല. മുട്ടത്തോട്, ചായച്ചണ്ടി, പിന്നെ നമ്മൾ പച്ചക്കറി എരിയുന്നതൊക്കെ വേസ്റ്റ്, ഇതൊക്കെ ആയി വരുന്നത്. ഇതിപ്പം വേണമെങ്കിൽ നമുക്ക് ചെടിക്കിട്ട് കൊടുക്കാം, ഒന്ന് ഉണക്കിയാൽ മതി വാരിയിട്ട്. എല്ലാം റെഡി ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞാനിവിടെ പച്ചക്കറിക്കൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇടുന്നത്. ഇത് 3 ടിന്ന് കിട്ടിയായിരുന്നു. ഒരു ടിന്നിനകത്തേ ഉള്ളൂ. ഒരു ടിന്നിനകത്ത് പിന്നെ എന്തുവാണ്, നമ്മുടെ വേപ്പിൻ തൈ നട്ട് വെച്ചിരിക്കുക. അങ്ങനെ നടരുതെന്നാണ് പറയുന്നത്. അത് നട്ടാൽ ഫൈൻ വരുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇത് മതി. പിന്നെ ചാക്കിലുമൊക്കെ ഞാൻ ഇതൊക്കെ വയ്ക്കും. നിങ്ങളെവർക്കും പുഴുവുണ്ടോ? എല്ലാവരും പറയും പുഴുവുണ്ട്. ഇതിനകത്തൊന്നും പുഴു വന്നിട്ടേ ഇല്ല. അന്നാ മഴ പെയ്ത് ഞാനൊരു പ്ലാസ്റ്റിക് ഇട്ട് ഇതിങ്ങനെ മൂടി വയ്ക്കുമായിരുന്നു. കണ്ട, ഈ പ്ലാസ്റ്റിക് എടുത്ത് മൂടി വയ്ക്കും. ഇതിൻ്റെ മേൽവശം കണ്ട, ഇതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇതിനകത്ത് തെറിച്ച് വീഴുമായിരുന്നു. എന്നിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു. നിങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വേസ്റ്റ് ഇതുപോലെയൊക്കെ ഇട്ടാൽ നല്ല വളമാണ്. ഞാൻ എല്ലാത്തിനും ഇത് തന്നെയാണ് ഇടുന്നത്. കണ്ട, മണവും നാറ്റവും ഒന്നുമില്ല. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നുള്ളതിൽ കണ്ട. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കുന്നത്, ഉണക്കിയാൽ മതി. ഇതെല്ലാം മുട്ടത്തോടെ പൊടിച്ച്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.